ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സ്കൂൾ തുറന്നു ഇന്ന്. അപ്പോൾ എല്ലാവരും മക്കൾ പുതുതായി ചേർത്തിട്ടുണ്ടാവും, പോയിന് ആൾക്കാർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ അജുമോനൊക്കെ രണ്ടിക്കാണ്. അതിന് ഇന്നലെ പോയ ഒന്ന് രണ്ട് ഭാഗങ്ങളെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് തരാം. പിന്നെ ഓനിപ്പം ഒന്ന് സ്കൂൾക്ക് പോകാൻ വേണ്ടി ഞാൻ വിളിക്കാണ്, എണീച്ചിട്ടില്ല. അവനെ വിളിക്കട്ടെ. അപ്പോൾ അവനെ വിളിച്ചുമ്പോൾക്ക് ഓന് ഇന്നലെ സ്കൂൾക്ക് പോയ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരി. അപ്പോൾ അതാ അജുമോന് നീച്ച് വന്നപ്പോഴും നീച്ചപ്പോൾ തന്നെ വെച്ചിട്ട് എന്താ മാച്ച് ദിവസം നേരത്തെ നീച്ചപ്പോൾ അപ്പോൾ സ്കൂൾക്ക് പോകണ്ടേ? വലിയ ചങ്ങായിക്കോ എടുക്കുമ്പോൾ ഞാൻ അവിടുന്ന് നീപ്പിച്ച് കൊടുന്നാൽ പിന്നെ ഇവിടെ സോഫയിൽ വന്ന് കുറച്ച് നേരം കിടക്കുക. അവനൊന്ന് ശരിയായി കിട്ടണമെങ്കിൽ കുറച്ച് ടൈം ഇങ്ങനെ എടുത്ത് വരും. ഇവിടെ നീച്ച പല്ലേക്കാനൊക്കെ ഇന്നലെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇന്നലെ 7:30 ആയപ്പോൾ മാറ്റി നിന്നിക്കണം. ഉമ്മ ബസ് വരാനായോ ചോദിച്ചു ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇനി ശനി ഞായർ മദ്രസും കൂടിയാണ്. അപ്പം എന്താ കാട്ടുക? നോക്കിയാൽ ബ്രഷ് ചെയ്യാം. എന്തായാലും ഓന് ബ്രഷ് ചെയ്ത് ചായ കൊടുത്ത് കുളിപ്പിച്ചട്ടെ. അപ്പോൾ അതാ രാവിലെ സ്കൂളിൽ പോകാൻ മടിയില്ല മക്കൾ ആരേലും ഉണ്ടോ നിങ്ങൾക്ക്? ഇവിടെ അതിന് സ്കൂളിൽ പോകാൻ മടിയല്ല, ഓന് പല്ല് തേക്കാൻ മടിയാണ്. രാവിലെ നീച്ച് കുറച്ച് ടൈം ഇങ്ങനെ ഇരിക്കണം. പല്ല് വെച്ച് കിട്ടാൻ ഭയങ്കര മടിയാണ് ഓന്. ആകെല്ല അങ്ങനെയാണ് പ്രശ്നം. രാവിലെ തന്നെ അതിനാണ്. എന്തായാലും അവനെ പല്ലേപ്പിച്ചിട്ട് കാണാം. ഇന്ന് അജുമോന് സ്കൂള് വൈകുന്നേരം വരണ്ട്. അപ്പോൾ ഓന് സ്കൂളിൽ നിന്ന് ചിക്കൻ കറിയും ചോറാണ്. അപ്പോൾ ഓന് കൂട്ടാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോകണം. അപ്പോൾ ഇന്ന് ഓന് പറഞ്ഞത് പപ്പടം മതി. അപ്പോൾ പപ്പടം പൊരിച്ച് കൊടുക്കട്ടെ. അത് ചോറൊക്കെ തിന്നണം കേട്ടോ. അപ്പം ഞാൻ റഫിൻ്റെ നോട്ട് ബാക്ക് ഇട്ടുകൊണ്ടോ? ഇംഗ്ലീഷ് അല്ല, എൻ്റെ മറ്റേ ഇതാണ് ഡയറിൻ്റെ നോട്ട്. ഇതുപോലെ നീച്ചു പല്ലൊക്കെ തേച്ചിട്ട് ചായ കുടിക്കണല്ലേ? വലിയ കുട്ടികൾ കുഞ്ഞാണെങ്കിൽ ഡ്രസ്സും അജുമോനെ സ്കൂൾക്ക് പോകാൻ മാറ്റിയപ്പോഴേ ഇസും ഭയങ്കര കരച്ചിൽ. ഓനും മാറ്റി പോണം എന്ന് പറഞ്ഞിട്ട് കൂടിയിരുന്ന ഡ്രസ്സ് ഇട്ടപ്പോൾ വേണ്ട പുതിയത് തന്നെ വേണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞവനോട് അംഗൻവാടിക്ക് പോകാൻ. അപ്പോൾ പോവില്ല. നോക്കണു
മുടി അംഗൻവാടി അതൊക്കെ എന്താ അജു സ്കൂളിനെ കുറിച്ച് പറയാനുള്ളത്? പുതിയ ക്ലാസ്സും പുതിയ ടീച്ചറൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ അതാ അജുമോന് സ്കൂളിൽ പോകുമ്പോൾ കഞ്ഞി കൊടുക്കും ഞാൻ. ഓന് അങ്ങനെ ചായ കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഞ്ഞി കൊടുക്കും. കഞ്ഞി കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കുട്ടിക്ക് ഭയങ്കര ക്ഷീണവും കുഴപ്പമൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും കഞ്ഞി കൊടുത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞേക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഇസൂനും കോരി കൊടുക്കുന്ന രണ്ടാളും പാടെ കുടിക്കുമല്ലോ. അല്ലെങ്കിൽ ഇസൂന് ഒറ്റക്ക് കൊടുക്കുകയാണെങ്കിൽ ഓൻ കുടിച്ചൂല. അജുവിനും കൂടി ആണെങ്കിൽ രണ്ടാളും പാടെ കുടിച്ചു. അപ്പോൾ അജു കോരി കൊടുക്കുമ്പോൾ തന്നെ വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് കുടിച്ചണത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് ജംഷിയാക്കും ഒരിക്കലുകൊണ്ട് ആ ഒരു പേടി കൊണ്ട് ചെറുതായി ഇങ്ങനെ കുടിച്ചണു. അല്ലെങ്കിൽ ഒന്നും അങ്ങനെ കഞ്ഞി കുടിച്ചില്ല. വെറുതെ 2 സ്പൂണ് കുടിച്ചിട്ട് അങ്ങനെ പോവുമായിരിക്കും. അപ്പോൾ അത് കഞ്ഞി കൊടുക്കലോ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ വേഗം ബസ് കയറാൻ വേണ്ടി പോയി. ബസ് കയറാൻ പോയത് എൻ്റെ വീടിൻ്റെ അടുത്ത് അവിടെ നിന്ന് ബസ് കയറണം എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയി. അവിടുന്ന് 1-2 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറുമ്പോൾ ഓരോ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഓൻ കയറുന്നത്. ബാക്കത്തെ സീറ്റിൽ പോയി ഇരിക്കുള്ളൂ ഓന്. എത്ര മുന്നിലിരിക്കാൻ പറഞ്ഞാലും ഓൻ ബാക്കിൽ പോയിട്ടേ ഇരിക്കുക. പിന്നെ ഓനങ്ങനെ അവിടുന്ന് ബസ്സിൽ നിന്ന് ഞങ്ങളെ നോക്കിയിരുന്നു. അപ്പോൾ ജൂജ് പോയി. ഓൻ പോയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു. താത്താടെ കുട്ടീനായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ മാറ്റിപ്പോയി. ഇസുവിനെ ഉമ്മാൻ്റെ അടുത്താക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. താത്താടെ മോളെ പിന്നെ ഓളെ വീട്ടിൽ പോയി എടുക്കേണ്ടിയിരുന്നു. അങ്ങനെ ഓളായിട്ട് ഞങ്ങൾ അവിടെ പോയി എടുത്ത് ഓളായിട്ട് പിന്നെ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. പിന്നെ ഞങ്ങൾ വേഗം ഡോക്ടറെ കാണിച്ച് നേരെ പോന്നു. ഓളെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾക്ക് കോട്ടപ്പള്ള പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോട്ടപ്പള്ള ബാങ്കിലൊന്ന് പോയി. ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. വേഗം ചെന്ന കാര്യങ്ങളൊക്കെ വേഗം നടന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇസു ഞങ്ങളെ കാത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.